പുത്രനും പരിശുദ്ധമായ സത്യമുള്ള ഏകദൈവത്തിന്റെ നാമത്തിൽ നിനക്ക് സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് ചെയ്യണമേ. നമസ്കാരം ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ ശക്തിപോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്ക് സമാധാനം. പ്രതിഫലദിനവും പുനരുദ്ധാനവുമാ ഗതമായേ രാജസുതൻ തന്നെതിരേൽപ്പിനു ചേരാൻ നിങ്ങൾ നാശം കൂടാതെഴുന്നേൽക്കും കബറുകളിൽ നിന്നും മഹിതമതാം നിലയങ്കേ ചാത്തി സ്തുതി പാടും തൻ സവിതേ നിങ്ങൾ ആദാമിൻ സുതജീവതനെ പാറയ്ക്കുമോ ചെയ്യും പതിവാതെ തന്നെ സിദ്ധ കാണിച്ച മോറാനി സമൃദ്ധി പൂണ്ട മൂലം അവരുള്ളിൽ സംസ്കാരം ചെയ്തു മണ്ണാലാദാമിനെ സൃഷ്ടിച്ചോ ധനുധൂപം വച്ച അടിയാതൂവാൻ നിന്ദാശ്വാസം നൽക ഒഴിയോറാകെ മേലെ മോഹകാരേ ആദസംലേറഹമേ ബ്രോസദനോമോ ലബുരയ്ക്ക് സോഹോദായദസ്കേ ബൽസബരോ നിന്നിൽ ശരണത്താൽ നീതയിലായി നിന്റെ വരവിനു കാത്തിടും മൃഗരിൽ കനിയണമേ. വന്നവനും വരുവോനും മൃതതന്നുയരും സുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ. നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനം. നമ്മുടെ കർത്താവിനോട് മാതാവിന്റെ നിര്യാണത്തിലേക്ക് സ്വർഗീയ സേനകളെയും സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട ഭാഗ്യവതിയുടെ ശരീരം ഘോഷിച്ച് ആരാധിപ്പാൻ തന്നെ ശിഷ്യന്മാരെ കൂട്ടുകയും മാതാവിന്റെ യാത്രയാൽ വായുമണ്ഡലത്തെ ശുദ്ധീകരിക്കുകയും ചെയ്ത ഏകജാതനും വചനവുമാകുന്ന ദൈവമേ, അതിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിന്റെ പാർശ്വങ്ങളിൽ സങ്കേതപ്പെടുവാനും മാതാവിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ദേശം അനുഗ്രഹീതമാകുവാനും ഞങ്ങളുടെ ഇടവ അഭിവൃദ്ധിപ്പെടുവാനും ഞങ്ങൾക്ക് യോഗ്യത ഉണ്ടാകണമേ. അവിടുത്തെ മാതാവിന്റെ ഓർമ്മ ദിവസത്തിൽ കൊണ്ടാടുന്ന ഞങ്ങളുടെ കൂട്ടം മാതാവിന്റെ യാതനയാൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ഭൗത്യത്തിന് പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ പാപം ചെയ്തു, നിന്റെ നിർമ്മത്തിന്മകളെ ഞാൻ ചെയ്തു. അതിന്റെ ബലത്തിൽ നീതിരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിന് ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നായി അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ നിർബന്ധിക്കുകയും ചെയ്തു. നിന്റെ സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതകളുടെ എന്റെ സന്തോഷം എന്റെ പാപം അനുഭവം ധരിച്ച് എന്റെ അധികമൊക്കെയും വായിച്ചു കളയണമേ. എന്നാലോ നിന്റെ ആത്മവിഷയം എനിക്ക് തിരിച്ചു തരണമേ. മഹത്വം നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരും വഴി പഠിപ്പിക്കും, ഭാവിയിൽ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല ഹോമാബലിനൊരു പായതുമില്ല. ദൈവത്തിന്റെ ബലിയുള്ളതായുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല.
ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് ഉത്തരമല്ല ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുത്. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് കൊഴുപ്പാകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥനകളുടെ ദോഷനിമിത്തമാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാറയിൽ മുന്നിൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. ഗണികളെ മറച്ചു വെച്ചുള്ള പ്രശംസക്കാരെ വേണമെന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവരെ ന്യായക്കാർത്തങ്ങൾ അവരെ വെള്ളമൊരുമിച്ച് വീഴട്ടെ. എന്റെ ശത്രുക്കാരൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതിന് മുമ്പായി ഞങ്ങൾ ബോധിപ്പിച്ചു. അതിന്റെ മുമ്പായി അറിയുകയും ചെയ്തു. നീ വഴികൾ അറിയുന്നുവല്ലോ. ഗണികളെ മറച്ചു വെച്ചു. ഞാൻ വെള്ളത്തോട് നോക്കി എന്നെ അറിയുന്നില്ലെന്ന് ഞാൻ കണ്ടു. സങ്കേതസ്ഥലം എനിക്കല്ലാതെയായി. എന്റെ ദയക്ക് വേണ്ടി ഭാരം ചോദിക്കുന്നുമില്ല. കർത്താവെ, ഞാൻ ജഡത്തിൽ വിളിച്ചു. കർത്താവെ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എന്റെ ആശ്രയം എന്റെ ഓഹരിയാകുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നുണ്ട്. എന്റെ അപേക്ഷയെ സൂക്ഷിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർക്കിനേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്നെ വിടുവിക്കണമേ. ഞാൻ നാമത്തെ സ്വന്തം ചെയ്യാനായിട്ട് എന്റെ ആത്മാവിനെ കരാഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ചെയ്യുമ്പോൾ നിന്റെ നീക്കന്മാർ എനിക്കായി കാത്തിരിക്കും. വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഒടുവഴുക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതികളായിരിക്കാനായിട്ട് ഞാൻ നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജയിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനം നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങൾ തന്നെ പഠിപ്പിക്കണമേ. എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളൊന്നും മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയിലേക്കും അവകാശമായി സ്വീകരിച്ചു. എന്നാൽ അതിന്റെ ഹൃദയത്താണെന്നുമാകുന്നു. നിന്റെ കൽപ്പനകളിലേക്കും സന്നദ്ധമായിട്ട് ഞാൻ എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, യോഗ്യമാകുന്നു. കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പോഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ കരയുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആർക്കുമോർ തന്റെ ഇഷ്ടത്താൽ പരിശുദ്ധ കന്യകയുടെ ഗർഭത്തിലിറങ്ങി വിവാഹബന്ധമുണ്ടാകാത്ത അവളുടെ നിർമ്മല കന്യാവ്രതത്തിന് ഭംഗം വരാതെ അവളിൽ ജനിക്കുകയും അവളെ സത്യവിശ്വാസികൾക്ക് കീഴ്പ്പെടാത്ത കോട്ടയും അഭിമാനപാത്രമാക്കുകയും അവളുടെ നിര്യാണ ദിവസത്തെ സ്തോത്രഗാനങ്ങളാൽ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും സഹായങ്ങളും നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും വിശ്വാസികളായ എല്ലാം മരിച്ചുപോയവർക്കും ആശ്വാസം നല്ല ഓർമ്മയും ലഭിക്കണമേ. തന്റെ മാതാവിന്റെ ആത്മാവിനെ തന്റെ ശ്രേഷ്ഠയുടെ അപരിമിതവും ആന്തരികവും ദിവ്യവുമായ ആനന്ദത്തിലേക്ക് ഉയർത്തിക്കറിയുകയും ചെയ്ത തൃത്തലവനും തന്റെ പിതാവിനോടും റൂഹായോടും ഏക സാരാംശമായിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ വാക്ക് പെരുന്നാളിന്റെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളെ ആയുഷ്കാലം
സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായ്ച്ചു ഓർക്കാതിരിക്കുന്നവരുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ കർത്താവേ, എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവുമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദൈവത്തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മൗത്വമുള്ള അതിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മെശിയ തമ്പുരാനെ, കർത്താധി കർത്താവേ, മഹത്വത്തിന്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് നീ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കടശിക്ഷകളും അകറ്റി മായ്ച്ചുകൊള്ളണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കിടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഓശോ ഭാഗ്യപൂർണ്ണയും പരിശുദ്ധതയുടെ അറയുമായിരിക്കുന്ന നിർമ്മല കനികയായിരിക്കുന്ന മാതാവേ, നിന്റെ സുഹൃത്തുക്കളെ വർണ്ണിപ്പാൻ ഏതൊരു വായിക്കോ ഏതൊരു നാവിനോ കഴിയും. നിന്നിൽ നിന്നും അവതാരം ചെയ്ത ദൈവത്തിന് നീ മാതാവായി തീർന്നു. സ്തുതിമായ നിന്റെ മഹിമയെ പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ ബോധം മതിയാകുന്നതല്ല. നീ രണ്ടാമതൊരു സ്വർഗവും എസെക്കിയേൽ കണ്ട ജഡീകരണവുമാകുന്നു. കെറൂബുകളുടെ നിയന്താവിനെ ജനപ്രകാരം നിന്റെ മടിയിൽ നീ ആഘോഷിച്ച് വളർത്തി. സ്ഫടിക സിംഹാസനം എന്ന വണ്ണം നീ അവനെ വഹിപ്പാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിന്റെ ഉത്കൃഷ്ട ഭംഗിയിൽ മാലാഖമാരും പ്രധാന മാലാഖമാരും വിസ്മയിക്കുന്നു. പുത്രനോട് നിച്ച് സ്വർഗത്തിൽ വിശ്രമിപ്പാൻ വേണ്ടി പിതാവിന്റെ നിയോഗത്താലും കൃപയാലും നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് സ്വർഗീയ സേനകളുടെ കൂട്ടങ്ങളെല്ലാം വലിയ സന്തോഷത്തോടെ ഇപ്രകാരം പാടി പറയുന്നു: രണ്ടാം സ്വർഗമേ, സമാധാനത്തോടെ വരിക. അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനമായവളെ, സമാധാനത്തോടെ വരിക. ദൈവത്തെ വഹിച്ച ഉദരമേ, സമാധാനത്തോടെ വരിക. ആന്തരികം ഉൾപ്പെടർപ്പേ, അതിശോഭിത ദീപസ്തംഭമേ, ആദാമിന്റെ സൃഷ്ടാവിനെ വഹിച്ച ഹവ്വായുടെ മകളെ, ഇന്ന് ജഡപ്രകാരം നിങ്ങൾ ജനിച്ച ദൈവം തന്റെ സന്നിധിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിനെ ഇഷ്ടപ്പെട്ടു. ഇന്ന് കെറൂബുകളുടെയും ശ്രോഫന്മാരുടെയും സമൂഹം നിന്റെ വിശുദ്ധ ശരീരത്തെ സംസ്കരിക്കുന്നു. ഇന്ന് ഭൂമി നിന്റെ നിര്യാണത്തിലും വായുമണ്ഡലം നിന്റെ ആരോഹണത്തിലും ശുദ്ധീകരിക്കപ്പെട്ടു. ഇന്ന് ശവകുടീരത്തിലെ മൃതന്മാർ ഏറ്റവും സന്തോഷകരമായ സുവിശേഷം ഉണ്ടായതുകൊണ്ട് സന്തോഷിക്കുന്നു. ഇന്ന് ദാവീദ് പ്രവാചകൻ യാക്കോബിൻ ദൈവത്തിന്റെ കൂടാരമാകുന്ന നിന്നെ കണ്ടറിഞ്ഞ് ആനന്ദിച്ചു. അവരുടെ വിടാതെയുള്ള കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും നിന്റെ പരിശുദ്ധ ശരീരത്തെ ആദരപൂർവ്വം സംസ്കരിച്ചു. ഇന്ന് നിന്റെ ഏകജാതന്റെ നിയോഗം നിദ്ര പ്രാപിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ സ്ലീഹന്മാരെയും തന്റെ കൊട്ടാരമായിരുന്ന നിന്റെ ദേഹത്തെ ആഘോഷത്തോടും ആദരവോടും സംസ്കരിക്കുന്നതിനെ കർത്താവ്
സർക്കാർ കൂട്ടിച്ചേർത്തു. മാതാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളും നിന്റെ നിര്യാണത്തിന്റെ ഈ പെരുന്നാളിനെ ഭക്തിയോടെ കൊണ്ടാടുന്നു. പരിശുദ്ധയമ്മേ, നിന്നിൽ നിന്നും അവതാരം ചെയ്ത ദൈവപുത്രൻ ഞങ്ങളോട് കരുണ ചെയ്യുന്നതിനും തന്റെ മഹാകരുണയാൽ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നതിനും ഇന്ന് നിന്റെ ശരീരം ആദരവോടെ സംസ്കരിച്ച ശ്രോഭ്യന്മാരുടെയും ക്രോഭ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും കൂട്ടത്തിന്റെ പാട്ടുകളോടൊന്നിച്ച് ഞങ്ങളുടെ കീർത്തനങ്ങളെയും ചേർക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിൽ എഴുതപ്പെട്ടുള്ള ആദിജാതന്മാരുടെ ശ്രേഷ്ഠതയ്ക്കും പൂർണ്ണ വിശുദ്ധിക്കും ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ സകല മരിച്ചുപോയവരും നിന്നിൽ നിന്ന് ജനിച്ച ഞങ്ങളെ രക്ഷിച്ച ഭദ്രമായ ദൈവത്തിന്റെ കൃപയും കരുണയും മൂലം യോഗ്യന്മാരായി തീരണമേ. തനിക്കും തന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ എന്നും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വാഴ്ത്തുകനാഥനെ സർവജനം നിലയ സ്നേഹന്മാർ സേത സഹദേർക്കും പരിമളധൂപത്തോടോർമ്മ ഭവിക്കട്ടെ. സവിശേഷ പരമതകളുടെ ഭൂമിയിൽ നിന്നും ലോകത്തിലേക്ക് അയക്കപ്പെടുകയും നിർമ്മല കന്യകയുടെ പരിശുദ്ധ ഗർഭപാത്രമാകുന്ന പാവന ധൂപകലശത്തിൽ വയ്ക്കപ്പെടുകയും തന്റെ സുഗന്ധവാസനയാൽ എല്ലാ പാദങ്ങളെയും ആനന്ദിപ്പിക്കുകയും ചെയ്ത മേൽത്തര പരിമളാദികളുടെ ശ്രീഭണ്ഡാരമായിരിക്കുന്ന കർത്താവേ, എന്റെ മഹത്തര സ്നേഹത്തിന്റെ പരിമളവാസനയാൽ ഞങ്ങളുടെ ആത്മാക്കളെ മോദിപ്പിക്കണമേ. നിന്റെ കരുണയുടെ സമൃദ്ധമായ സമ്പത്ത ഞങ്ങളുടെ എല്ലാ നിയമലംഘനങ്ങളെയും പരിഹരിക്കണമേ. രോഗികളും പീഡിതരും മനോപീഡിതരുമായ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. സത്യവിശ്വാസത്തിൽ നിന്ന് ശരണപ്പെട്ടുകൊണ്ട് മുതൽ പ്രാപിച്ച എല്ലാവരെയും സമർപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വക്തുലിസ് ബാഗ്ലോമി രാജേശ്വരൻ വലഭാഗേ ഹാലേലുയ്യ. ദേവജനനി ധന്യേ കന്യക മറിയാം കനുകൊണ്ടൊരു മേഘം നീതാന്യേ സൂര്യൻ ഉജ്ജലമായി ശോഭ പരത്തിയൊരമ്പരവും നീ ദൃഷ്ട
കൃപയാ
ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ സകല പാപങ്ങളും അവർ പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായ ദൂഷണം സംസാരിക്കുന്നവന് ഒരു നാളും മോചനമില്ല. അവൻ നിത്യദണ്ഡവിധിക്ക് അർഹനായി തീരുന്നു. അവനിൽ അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ അനന്തരം അവന്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന് ചുറ്റുമായി ഇരിക്കുന്നുണ്ടായിരുന്നു. അയക്കപ്പെട്ടവർ അവനോട്, നിന്റെ മാതാവും സഹോദരന്മാരും ഇതാ പുറത്തു നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് മാതാവാര്, എനിക്ക് സഹോദരന്മാരുമാര്? പിന്നെ തന്റെ അടുക്കളിരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, ഇതാ എന്റെ മാതാവ്, ഇതാ എന്റെ സഹോദരന്മാർ. എന്തെന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാരോ അവനാകുന്നു എന്റെ സഹോദരൻ സഹോദരിയും മാതാവ് എന്ന് പറഞ്ഞു. മെല്ലൂക്കോസ്, എന്നോട് യോജിക്കാത്തവൻ എനിക്ക് വിരോധിയാകുന്നു. എന്റെ കൂട്ടത്തിൽ കൂടാത്തവൻ ചിതറിപ്പോവുകയും ചെയ്യും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം വിശ്രമം അന്വേഷിച്ച് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. കണ്ടുകിട്ടാതിരിക്കുമ്പോൾ ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി ചെല്ലുമെന്നത് പറയുകയും ചെയ്യുന്നു. അത് വരുമ്പോൾ അവിടെ മടിച്ചുമാറി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടാൽ തിരിച്ചുപോയി തന്നെ അകാൽ ദുഷ്ടതയുള്ള വേറെ 7 ആത്മാക്കളെ കൂടി കൊണ്ടുപോയിരുന്നു. അവ പ്രവേശിച്ചവിടെ വസിക്കുകയും അവന് മനുഷ്യന്റെ അവസാനം ആദ്യത്തേതിനേക്കാൾ നികൃഷ്ടമായി തീരുകയും ചെയ്തു. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചസ്വരത്തിൽ, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അവനവളോട് ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ എന്ന് പറഞ്ഞു. ജനങ്ങൾ കൂടിയപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി, ഈ ദോഷമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ ദീർഘദർശിയുടെ അടയാളമല്ലാതെ വേറെ അടയാളം ഇതിന് ലഭിക്കുകയില്ല. യോനാ നിനിവേക്കാർക്ക് എപ്രകാരം അടയാളമായി തീർന്നു, അപ്രകാരം തന്നെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായി തീരും. ദക്ഷിണദേശത്തിലെ രാജ്ഞി ന്യായവിസ്താരത്തിൽ ഈ തലമുറയിലെ ആളുകളോടുകൂടി എഴുന്നേറ്റ് ഇവരെ കുറ്റപ്പെടുത്തും. അവളാകട്ടെ ശലോമോന്റെ ജ്ഞാനവചനങ്ങൾ കേൾപ്പാനായിട്ട് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. കണ്ടാലും ശലോമോനേക്കാൾ ശ്രേഷ്ഠൻ ഇവിടെയുണ്ട്. നിനിവേക്കാരായ മനുഷ്യനായ വിസ്താരത്തിൽ ഈ വംശത്തോടുകൂടി എഴുന്നേറ്റ് ഇതിനെ കുറ്റപ്പെടുത്തും. എന്നാൽ അവർ യോനായുടെ പ്രസംഗത്താൽ അനുദപിച്ചു. കണ്ടാലും യോനായേക്കാൾ ശ്രേഷ്ഠൻ ഇവിടെയുണ്ട്. പറക്കുമ്പോൾ കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
സ്വയം തന്നെ ഉണയേകണമേ. ദ്രുവത്സലരേ സ്വതമർമ്മത്തെ നാത്മജരേത വേതം പ്രാപേ ചാത്തരയെല്ലാം സംരക്ഷിപ്പേ. പുണ്യം നൽകാതൽ പ്രാർത്ഥനയാ സ്വർഗത്തിൽ ഭൗമിക സഭയിൽ മാതാവീനം ശോകന്മാരും വിഗതർക്കും സ്മൃതി വളരട്ടെ. കാദീശാ താലോമ കദിശോനോദ് കാദീശേ ആനേശാദ ഹൽസോനോ ഹൈലോനോ ദസലേതേ കാദീശദലോ മോയോസോ യോഗ കുദിശല കാദീശേ ദസ്ലമേ തുലോസാ യസരാ ഞങ്ങളുടെ പിതാവേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നമസ്കാരങ്ങൾ ക്രൂശികളെ കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗ്യം തരണമേ. ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശുദ്ധന്മാർക്കായിടുമോ ധ്യാനം പോകായ്വാനേ വേലയ്ക്കൊപ്പം നേർക്കൊന്നേ കടമോർത്തുണ്ടു ഭയന്നാഥ നരകത്തിനെന്നെ പാർപ്പിക്കുക നീ ഹിതമോത്താരേക്കൽ പാർക്കുമോ മോല കാദീശോ രക്ഷകേശോ മോചനവും നിന്നറയിൽ നിന്നേകണമേ. ദേവറക്കം സന്നദ്ധയിൽ പാപം കൂടാതാകണമേ. പുരുഷാലേ നല്ലവരക്കം നൽകണമേ. വായു സ്വപ്നാദികൾ നിന്ദാസത കാണാറാകരുതേ. കാവലിനാ ദൂതന നീ എന്റെ രകത്താക്കിയിരണമേ. നിങ്ങളുടെ രൂപത്തിന് സദാ നീ വിടുതൽ തന്നീരണമേ. മലമന്നെ കാക്കണമേ. എന്റെ ഉറക്കം നിന്നരികിൽ ധൂപം പോലെയുമാകണമേ. ദുഷ്ടന നീ മാറ്റിയിടണമേ. പ്രീതി നീ കാണിച്ചതിനാൽ ഞാൻ ഉണരുമ്പോൾ നിൻകൃപയെ ഓർത്തു പകഴ്ത്താറാകണമേ. നന്മോടങ്ങൻ രാവിലെയും നിന്നുടെ യോനാശിഹായി നിന്നുടെ ഞങ്ങൾ കേൾക്കണമേ. മാനവരക്ഷകനെന്നും കൃപേകൾ നീയതുപോൽ ആ ലോകത്തുമേകണമേ. പ്രാർത്ഥനയെ കേൾക്കുന്നവനെ യാചനയെ നൽകുന്നവനെ പ്രാർത്ഥന കേട്ടി ദാസരുടെ
യാചനയെ നൽകിരണമേ. Lord, those who dwell in the secret place of the Most High, who abides in the shadow of the Almighty. Save the Lord, He is my refuge and my fortress, my God in whom I trust. For he shall deliver you from snares, conflicts, and violent tongue. He shall cover you with his feathers, under his wings you'll be safe, his truth shall be your armor. You shall not be afraid of terror by night, nor there that flies by day, nor for the plague that travels in darkness, nor for the destruction of the wind and the noon. A thousand shall fall at your side, 10,000 at your right hand. But they shall not come near you, only with the eye, to behold and see the war of the wicked. Because you are my Lord, my refuge, who has made his habitation the Most High. No way shall come near you, no place shall come in dwelling. For he shall give his angel charge over you to keep in all your ways. For they shall bear the ants, and the foot shall dash against the stone. You shall tread upon lion, the adder, you shall trample in lion and dragon. Because he has saw me, I deliver him and strengthen him. You should call upon me because he has known my name. I will answer him and I will be with him in trouble. I will strengthen him and honor him. I will satisfy him with long life and show him salvation. I lift up my eyes to the mountains, from where comes my helper? My help comes from the Lord, who made the heaven and the earth. He will not let your foot to tremble, he who keeps you will not slumber. Behold, he that keeps Israel shall not slumber nor sleep. The Lord is your keeper, the Lord shall overshadow you with his right hand. The sun shall not smite by day, nor by night. The Lord shall preserve you from all evil, he shall preserve your soul. The Lord shall preserve your going, coming from henceforth forevermore. To belongs the grace of God, barik more. Subhan Hallelujah, 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 no one Father, my Lord, Amen, O Lord, who sits in the shadow of the Most High, protect us under the wings of the mercy, have compassion upon us. O Lord of hearts to all, by your grace, listen to the supplication of your servant. O glorious King, our Savior, give us peaceful evenings and sinless nights. We set our eyes unto you, forgive our debts and sins, and be merciful to us in this world and in the world to come. O Lord, may loving kindness show to us, O Lord, may your mercy guard us. May your cross protect us from the evil one in his legion. At your right hand, and bail us all through the days of our lives. Let your peace reign among us, grant hope and salvation to those who make supplication unto you. By the prayers of Saint Mary, who gave birth to you, and all of your saints, O God, forgive our debts and have mercy upon us. ബഹുമാനത്തിന്റെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ബഹുമാനത്തിന്റെ സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ബഹുമാനം എന്ന സ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. നീ എന്നേക്കും ശുദ്ധിമോ തുടരുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Shafir Kulan, Baslut Khanam Yakro, Nevima. We believe in one true God, Father Almighty, maker of heaven and earth, and all things born and visible, and among Lord Jesus Christ, only begotten Son of God, begotten the Father, before was led of thy very God, begotten not made, things seems to the Father by multitudes are made, who for us and for our salvation came down from heaven, incarnate the Holy Virgin Mary, Mother of God. But the Holy Ghost became man and was crucified for us days upon his power, and suffered and died and is buried. The third day rose again according to his will, and ascended to heaven, and the Father shall come in his great glory, shall go to quicken the dead, whose kingdom shall have no end, and the dwelling of the Holy Spirit, life from the Lord of all, who preaches the Father, who the Father, Son, and Christ and glorified, who spoke the prophets and the apostles, and the one holy Catholic and Apostolic Church, we confess one baptism for the remission of sins, and look for the resurrection of the dead, who are full of glory, by us. പറക്കുമൊന്നാൾ സ്തുതിയുടെ രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്മലമായി രാജഭാമിനിയോ
സമാധാനം